ഉമ്മ. നീ ഇത്ര നേരത്തെ തന്നെ എണിച്ചാ? വീട്ടിലിങ്ങ തന്നെ ഇത്ര നേരത്തേക്ക് എണിക്കോ? ഞാൻ വീട്ടിൽ സുബഹിക്ക് തന്നെ എണിക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കും. പിന്നെ ഒരു 8 മണിക്ക് എണിക്കുള്ളൂ. ഇവിടെ സ്ഥലം മാറിയതും കൊണ്ട് ഉറക്കം വരാണ്ട് നേരത്തെ എണിച്ചതാ. അത് ശരി. ഇതേപോലെ എന്തമ്മ? ഒന്നുമില്ല. നീ ഇനിയിപ്പോ ഇന്ന് അടുക്കളയിലൊന്നും കയറാൻ നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ. ഇന്ന് തന്നെ ഇപ്പൊ അടുക്കള പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതായത് ഇന്നല്ല, എന്നും ഞാൻ അടുക്കള പണിയൊന്നും ചെയ്യാൻ പോണില്ല. അതെന്താ? അടുക്കള പണി എനിക്കറിയില്ല. അറിയാത്ത പണി എന്തിനാ ഞാൻ ചെയ്യാൻ നിൽക്കണ്? അതെന്തായാലും നന്നായി. ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്ന്? ഞാൻ ചായ കുടിക്കാൻ വന്നതാണേ. ചായ വെച്ചിട്ടില്ലേ? ചായ ഇതാ വെക്കണു. വീട്ടിലപ്പോ ഒക്കെ നിന്റെ ഉമ്മയായിരിക്കും ചെയ്തു തരുന്നുണ്ടാവുക അല്ലേ? ഇതൊക്കെ ചെയ്തു തരാൻ വീട്ടിൽ പണിക്കാരുണ്ട്. ആ അടുക്കള പണി മാത്രം അറിയാത്തത്? അത് വീട്ടുപണി ഒന്നും അറിയില്ലേ? ഈ അടിക്കാനും തുടയ്ക്കാനും പാത്രം കഴുകാനും അതൊന്നും അറിയില്ല? അതൊക്കെ ചെയ്യാൻ വീട്ടിൽ പണിക്കാരുണ്ട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ അറിഞ്ഞു വെക്കണ്? അത് അവിടെയല്ലേ, ഇവിടെ പണിക്കാരൊന്നും ഇല്ലാലോ. അപ്പൊ ഈ പണിയൊക്കെ ആര് ചെയ്യും ഇവിടെ? അതിന് ഇവിടെ ഒരു പണിക്കാരനെ വെക്കണം. അല്ലാണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓ, അത് ശരി. അല്ല, ഈ പണിക്കാരനെ വെച്ചിട്ടേ ഈ പണിക്കാർക്കൊക്കെ ആരാ ശമ്പളം കൊടുക്കുക? റിയാസ് കൊടുക്കണം. അല്ലാണ്ട് നാട്ടുകാർ കൊടുക്കില്ലാലോ. ആര് കൊടുക്കണം? റിയാസ്. റിയാസാ? നീ എന്താ അവനെ പേര് വിളിക്കണ്? പേരല്ലാണ്ട് പിന്നെ ഞാൻ എന്താ അവനെ വിളിക്കണ്ട്? ഇക്കാന്നോ അണ്ണനോ അങ്ങനെ എന്തെങ്കിലും വിളിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പ്രായത്തിന് മൂത്തവരിനെ അങ്ങനെയൊക്കെ വിളിക്കുക. സമപ്രായക്കാരനെയൊക്കെ പേരെന്നെ വിളിക്കുള്ളൂ. അത് അവിടെ മാത്രമൊന്നുമല്ല, ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ കെട്ടിയാണെന്ന് ആരും പേരൊന്നും വിളിക്കില്ല. അല്ല, ഞാനിപ്പോ ഇവിടെ അവനെ പേര് വിളിച്ചുകൊണ്ട് എന്താ കുഴപ്പം? പിന്നെ കുഴപ്പല്ലേ? നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പാനെ നിന്റെ ഉമ്മ പേരാ വിളിക്കുക? അതിന് എന്റെ ഉപ്പ എന്റെ ഉമ്മാനേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. അതുകൊണ്ട് ഇക്കാന്ന് വിളിക്കും. അത് വയസ്സിന് മൂത്തതുകൊണ്ട് മാത്രമൊന്നല്ല, അത് കെട്ടിയ ആണുങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. അപ്പൊ ഈ റെസ്പെക്ട് ഭർത്താവിന് മാത്രം മതിയോ? ഭാര്യയ്ക്ക് വേണ്ടേ? എന്താ നീ പറഞ്ഞു വരുന്നു? അല്ല, ഭർത്താവിന് റെസ്പെക്ട് കൊടുക്കാൻ ഇക്കാന്നൊക്കെ വിളിക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഭാര്യയ്ക്ക് റെസ്പെക്ട് കൊടുക്കാൻ ഭാര്യനെ കയറിയിട്ട് താത്താന്നൊക്കെ വിളിക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം മാറ്റി വിളിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിമ്മാക്ക് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചായ പെട്ടെന്നാവോ? ഇത് തിളക്കൊന്നും വേണ്ടേ? അങ്ങനെ എടുത്ത് തരാൻ പറ്റുമോ? എന്നത് റൂമിക്ക് കൊണ്ടുവന്നേര്. അല്ലാണ്ട് എത്ര നേരം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുക? ഓ, ആയിക്കോട്ടെ. അയ്യേ, ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ? ഇതിന് ഭ്രാന്തുണ്ടോണാവോ? പണി അറിയില്ലെങ്കിൽ പോട്ടേന്ന് വെക്ക. ഇതെന്താ തർക്കുത്തരം പറയേ? അത് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ. ഇവള് മിക്കവാറും എന്നെയും കൊണ്ട് അമ്മായിമ്മ പോയി എടുപ്പിക്കും. ഒന്ന് അടിച്ചു വരിയോടെ. പിന്നെ അടിച്ചു വരാണ്ട്. അപ്പൊ നീ ഞങ്ങളുടെ റൂം അടിച്ചില്ല? മനസ്സിലായില്ല. ഞാനിവിടുത്തെ വേലക്കാരിയല്ല, അവന്റെ ഉമ്മയാണ്. ഉമ്മയാണെങ്കിൽ എന്താണ്, അടിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പൊ നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണ്? എന്തായാലും ഇവിടുത്തെ പണികൾ ചെയ്യാനല്ല. പിന്നെ വേറെ എന്തിനാ? അവനവന്റെ കാര്യങ്ങളും കൂടി ചെയ്യാറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ നിന്ന്? അപ്പൊ ഉമ്മാക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ ആ റൂമും കൂടി വൃത്തിയാക്കിയ എന്താ? അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്നതല്ലേ? ഞാൻ മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്നത് തന്നെയാണ്. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നീയൊക്കെ ഭൂമി തന്നെയാണ് ജീവിക്കുന്നത്? അതെന്തമ്മ അങ്ങനെ ചോദിച്ച്? അല്ല, ഈ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ചോദിച്ചതാണേ. ഞാൻ എന്താ ഇവിടെ കാട്ടിക്കൂട്ടിയത്? അമ്മ എന്താ അങ്ങനെ പറയണ്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിനക്ക് നിന്റെ കാര്യങ്ങളും കൂടി ചെയ്യാൻ വയ്യേ? ചെയ്യാൻ അറിയണ്ടേ? എന്നാലല്ലേ ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ചൂലെടുത്തിട്ട് അടിക്കാനും കൂടി അറിയില്ലേ? ഞാൻ അടിച്ചാലൊന്നും വൃത്തിയാവില്ല. വൃത്തിയാവില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ, ഞാൻ ചെയ്തിട്ട് കാണില്ല. അതുപോലെ തന്നെ നാളെ മുതൽ നീ 6 മണിക്ക് എണിക്കണം. എന്നിട്ട് അവനക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം. അവനക്ക് 8 മണിക്ക് ജോലിക്ക് പോകാനുള്ളതാ. അതിന് മുമ്പ് എല്ലാം റെഡി ആയിട്ടുണ്ടാവണം. ആര് റെഡിയാക്കി കൊടുക്കണ്? ഞാനോ? നീ അല്ലാണ്ട് പിന്നെ വേറെ ആരാ ഉള്ളത് ഇവിടെ? അപ്പൊ ഉമ്മാക്കന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തൂടെ? എന്തിനാ ഞാൻ ഉണ്ടാക്കണമെന്ന് വാശി പിടിക്കണ്? ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ നിർത്തി. ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല, ഈ വീട്ടിലുള്ള പണികളെ ഞാൻ നിർത്തി. ഞാൻ ആരാധ ചെയ്തോളി. ഞാൻ എങ്ങനെ അറിയാത്ത പണികൾ ചെയ്യുക? അറിയില്ലെങ്കിൽ ചെയ്യണ്ട, അവൻ പട്ടിണി കടന്നോട്ടെ. എന്താ എന്നാലും ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടല്? എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെയൊന്നും. സ്വന്തം കാര്യം കൂടി ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടാവോ? ഉമ്മ അത്രയ്ക്ക് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിലേ എനിക്കും വാശിയുണ്ട്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. പൊയ്ക്കോ. ആരാ പറഞ്ഞു പോണ്ടാന്ന്? പോകുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും പോകില്ല. റിയാസിനെയും കൂട്ടിയിട്ടേ പോവുള്ളൂ. എന്നിട്ട് ഒരു വീട് എടുത്തിട്ട് മാറും. എന്നിട്ട് ഒരു പണിക്കാരനെയും വെക്കും. അപ്പോഴും നഷ്ടം ഉമ്മാക്ക് തന്നെയാണ്. എൻ്റെ അടുത്താ കളി. ദേ, നീ നമ്മുടെ നബീസാന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ? എന്താണ്? അവിടെ അവളുടെ മരുമകളെ അവളെ പെടാപാട് പെടുത്തുണ്ടത്രേ. ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു. നമ്മുടെ ആ സൽമ പറഞ്ഞിട്ട്. പക്ഷെ അവൾ മുഴുവൻ അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. എങ്ങനെ പറയുക? അവർ ചങ്കും ചങ്കും അല്ലേ. അവിടെ ഇവിടെ തൊടാണ്ട് എന്തൊക്കെയാ ഇങ്ങനെ പറയണ്ടായിരുന്നു അവള്. അപ്പൊ തന്നെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കാര്യമായിട്ട് എന്തോ പുകയുണ്ടെന്ന്. ഞാൻ പിന്നെ കുത്തി കുത്തി ചോദിക്കാൻ നിന്നില്ല. അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞ്?
നബീസ് തന്നെ വന്നിട്ട് പറഞ്ഞത്. ഇന്നലെ വന്നിട്ട് മണിക്കൂർ കണക്കിന് സംസാരിച്ചിരിക്കണു. എന്തൊക്കെ പറഞ്ഞു എന്നിട്ട്? എന്താ പറയണു, മരുമകളിലെ കുറ്റം തന്നെ. ഒരു പണി ചെയ്യില്ലത്ര. അതെ, തിന്ന പാത്രം കൂടി കഴുകി വെക്കില്ലാന്ന്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പറയാൻ പോയാൽ ഇവിടുത്തെ എപ്പത്തിട്ട് പറയാൻ വരിക അത്രേ. ഇപ്പൊ മുണ്ടി എന്താ അത്ര പറയണത്? അവനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അവൾക്ക് ഒരു ഇല്ല് കൂടുതലാണ്. ഓ, മകനക്ക് പെണ്ണ് ശരിയായപ്പോഴേ നിലത്തൊന്നും ആയിരുന്നില്ല അവള്. എന്തൊക്കെയാ അവള് കാട്ടിക്കുട്ടിയായിരുന്നു. നിന്റെ അടുത്ത് എന്താ അവള് കാട്ടാൻ വന്ന്? എന്താ കാട്ടാൻ വന്നതെന്നോ? അവള് കല്യാണം വിളിക്കാൻ വന്നിട്ട് എന്തൊക്കെ ഒരു വർത്താനം അവള് പറഞ്ഞെന്ന് അറിയോ? എന്റെ മരുമകളെ അപമാനിച്ചിട്ട് അവള് പോയത്. ഇവൾക്ക് കല്യാണം വിളിക്കാൻ വന്ന് പറഞ്ഞ കല്യാണം വിളിച്ചിട്ട് പോയാൽ പോരെ? ഇവളെന്തിനാ എന്റെ മരുമകളെ താഴ്ത്തി കെട്ടാൻ നിൽക്കണ്? എന്താ അവൾ അവിടെ വന്നിട്ട് പറഞ്ഞു? അവള് വലിയ കൊമ്പത്തുനിന്നാണല്ലോ പെണ്ണെടുക്കണം. എന്റെ മരുമകൾ തീരെ ഇല്ലാത്തോടത്തിയാണല്ലോ. അപ്പൊ അവള് വന്നിട്ട് ആദ്യം മരുമകളുടെ വീട്ടിലത്തെ പത്രാസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞോട്ടോ. അവരങ്ങത്തോരാണ് ഇങ്ങത്തോരാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിടലായിരുന്നു. എന്നിട്ട് അവസാനം എന്താ പറയണെന്ന് അറിയോ അവള്? പെണ്ണെടുക്കണമെങ്കിൽ നല്ല കാശുള്ള വീട്ടിൽ നിന്ന് പെണ്ണെടുക്കണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒന്നും ഇല്ലാത്തവിടുന്ന് പെണ്ണെടുത്ത് പറഞ്ഞ കാലാകാലം കുഴിപ്പെട്ട് കിടക്കുള്ളൂ പറഞ്ഞിട്ട് എന്റെ മരുമോജിന് മോത്തിക്ക് നോക്കണടി. അവൾ ആകെന്തോ പോലെ ആയിട്ടോ. അവൾക്ക് അവിടെ വർത്താനം പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? കല്യാണം വിളിക്കാൻ വന്ന് പറഞ്ഞ് മുണ്ടാണ്ട് വിളിച്ചിട്ട് പോയാൽ പോരെ? ഞാൻ മാത്രമുള്ള സമയത്താണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കുക. ഇത് അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവൾക്ക് എത്ര രസം ഉണ്ടാവും കേൾക്കാൻ. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ ഇതിനെ? എന്താ പറയണ്? വീട്ടിൽ കയറി വന്നവരെ അപമാനിച്ചു വിടാൻ പറ്റുമോ? അതുകൊണ്ട് മുണ്ടാണ്ടിരുന്നു. അവളുടെ നകളിപ്പിനെ ഒരു തിരിച്ചടി കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അവളിന്ന് കാണണം എനിക്ക്. എന്തിനാണ് ഇതൊക്കെ ചോദിക്കാനാ? ഇല്ല, ചോദിക്കാനും നിൽക്കണില്ല. പക്ഷെ അവൾ അവിടെ വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചതല്ലേ. അപ്പൊ അവൾക്ക് എന്നെ ഫേസ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവും. അതൊന്ന് കാണണം എനിക്ക്. നീയും വേണമെങ്കിൽ വന്നോ, വെയിലാറിയിട്ട് പോകാം നമുക്ക്. ഞാനൊന്നുമില്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. നീ നിന്റെ മരുമകളെയും കൂട്ടിയിട്ട് പോയിട്ട് വാ. അതിനവളുടെ പട്ടി വരും. അന്നത്തോടെ വർത്തിക്കണം അവൾക്ക് അതിനെ. അല്ലാ, സുബൈദല്ല വരുന്ന്. ഇപ്പൊ എന്തിനാണാവോ ഇങ്ങോട്ട് വരുന്നത്? എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണാവോ? അല്ലോ, ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുക? ഇതാരപ്പത്? സുബൈദേ? എന്താടി പതിവില്ലാണ്ട് ഈ വഴിക്കൊക്കെ? വാ കേറ്. ഞാൻ നിന്റെ മരുമകളെ കാണാൻ പറ്റ വന്നതാണ്. ആ, എന്നാ വാ, ഉള്ളിക്ക് ഇരിക്കി. ഇരിക്കടി. ആ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? കുടിക്കാനൊന്നും വേണ്ടടി, ഞാൻ എന്താ ആദ്യമായിട്ട് വരുന്ന ഇങ്ങട്. നീ നിന്റെ മരുമകളെ ഒന്ന് വിളിക്കേ, ഞാനൊന്ന് കാണട്ടെ അവളിനെ. അതിന് അവൾ ഇവിടെ ഇല്ലേ? ഇല്ലേ? അപ്പൊ എവിടേക്ക് പോയിക്കണ്? അവര് രണ്ടാളും കൂടി അവളുടെ വീട്ടിക്ക് പോയിക്കണു. വൈകുന്നേരത്തെ വരാൻ പറഞ്ഞിട്ടാ പോയിക്കണ്. രണ്ടാളും കൂടെ? എന്തിനാ നീ ഇങ്ങനെ നോണ പറയണ്? അവൻ ഒറ്റയ്ക്കാണല്ലോ പോണ് കണ്ട് ഞാന്. എപ്പോ? ഇതാ ഒരു 10-15 മിനിറ്റ് മുമ്പേ. എന്റെ മുമ്പ് കൂടെയാണല്ലോ പോയത് അവന്. എന്നിട്ട് എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തേ. ആ, അത് അവന് കൂട്ടുകാരൻ വിളിച്ചായിരുന്നേ. അത് അപ്പൊ പോയതാ. പോയിട്ട് അപ്പൊ തന്നെ വന്നു. പിന്നെ വന്നിട്ട് പുള്ളിയും കൂട്ടിയിട്ട് പോയായിരുന്നു. അതേ, ഞാനത് കണ്ടില്ല കേട്ടാ. അവൻ ഒറ്റയ്ക്ക് പോണതാ കണ്ടതേ. അതാട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് എങ്ങനെയുണ്ട് മരുമകള്? ആ, അവളിനെയും കൊണ്ടൊന്നും കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ്. എല്ലാവരുടെ അടുത്തും നന്നായിട്ട് പെരുമാറാനും അറിയുന്നുണ്ട്. ഏ, അതെന്തായാലും നന്നായി. വീട്ടുപണിയൊക്കെ ചെയ്യാൻ അറിയണ്ടാ? ആ, അത്യാവശ്യമൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്യാന്ന് പറയില്ല കേട്ടോ. ഞാനുണ്ടല്ലോ ഇവിടെ ഇവിടെ ഇപ്പം എനിക്കുള്ള പണിയല്ലേ ഉള്ളൂ. ഒക്കെ ഞാൻ ചെയ്യാൻ വരട്ടെ, അവളിനെയും കൊണ്ടൊന്നും ചെയ്യിക്കണില്ല. എന്തായാലും നീ ആഗ്രഹിച്ച പോലത്തെ ഒരു മരുമകന് കിട്ടിയല്ലോ നിനക്ക്. നീ എന്തായാലും ഭാഗ്യമുള്ളവളാ. എല്ലാരും പറയണുണ്ട് അത്. ആ, പിന്നെ പറയാണ്ടിരിക്കോ? നല്ല പണവും പത്രാസുള്ള വീട്ടിൽ നിന്ന് ബന്ധുവും കിട്ടി, നല്ല തങ്കം പോലത്തെ ഒരു കുട്ടിയും. ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ചില ആൾക്കാർ നിന്റെ മരുമകളെ പറ്റി കുറ്റവും പറഞ്ഞ് നടക്കണുണ്ട് കേട്ടാ. കുറ്റോ? ആരാപ്പത് അങ്ങനെയൊക്കെ പറയുന്നു? ആ, ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു. തൽക്കാലം നീ അത്രയൊക്കെ അറിഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് കുറ്റം അവര് പറയണ്? എന്താ പറയണ്? അവള് പണിയൊന്നും എടുക്കാണ്ട് തോന്നിയ പോലെ നടക്കണെന്ന് തന്നെ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടാ? ഇല്ലടി. എന്താ ഇവിടുക്ക്? മതി മതി, നിന്ന് പരുങ്ങൊന്നും വേണ്ട. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നിക്കണ്. എന്നാലും നീ ഇത്ര നേരം പിടിച്ചു നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്തൊക്കെ ഒരു നുണയെ പറഞ്ഞിരുന്നു അവള്. നല്ല സ്വഭാവമാണ്, എല്ലാ പണിയും ചെയ്യും, ഞാനൊന്നും ചെയ്യിപ്പിക്കില്ല. ശാപത്ത് കൊടുത്തണ്ടടി. എന്നിട്ട് എവിടെ അവള്? അവന്റെ കൂടെ പോയി തന്നെയാണോ അതോ ഒറ്റയ്ക്ക് ഇറങ്ങി പോയിക്കണ്? അവന്റെ കൂടെ ഒന്നും അല്ല. അവൻ പോണത് നീയും കൂടി കണ്ടതല്ലേ. ഇത് അവൾ ഒറ്റയ്ക്കാ പോയിക്കണ്. എവിടേക്ക്?
ആവോ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ചോദിക്കാതിരുന്നില്ലേ പോകുമ്പോ? അതിന് ചോദിക്കാൻ പാടില്ലാലോ. ചോദിച്ച മുഹൂർത്തം തെറ്റില്ലേ? അതെന്താ? ആവോ, ചോദിക്കാൻ പാടില്ല അത്രേ. അവൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അവൾ പോവും വരികയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഉള്ളവർ ആരും അതൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണ്. അപ്പൊ അവനെന്താ ഒന്നും പറയില്ലേ? അവനെന്താ പറയാൻ പോണ്? അവൻ പറഞ്ഞാലും നിക്കണ്ടേ ഇപ്പൊ ഇത്? ഇനിയിപ്പോ എന്താടി ചെയ്യാ ഞാന്? ഞാനിപ്പോ എന്താ പറയണ്? എനിക്കും പണ്ടും പിന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലേ. എന്റെ മരുമകളെയും കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇപ്പൊ ഞാനെന്താ പറയണ്? ആരാണ്? ജാസ്മിന്റെ വീടല്ലേ ഇത്? ജാസ്മിയാ? ഏത് ജാസ്മി? ഇതെന്റെ വീടാണ്. വീട് തന്നെയാണല്ലോ പറഞ്ഞ്. ഇനിയിപ്പൊ അതായിരിക്കോ? ജാസ്മി എന്റെ മരുമകളാണ്. ആ, അങ്ങനെ പറയേ. ഞാനും പെട്ടെന്ന് ബേജാറായി. ജാസ്മി ഇല്ല ഇവിടെ. ജാസ്മിൻ റോസൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ ആരാന്ന് ആദ്യം പറയേ. അതൊക്കെ പറയാ. ഞാൻ ആദ്യം ഉള്ളിക്കൊന്ന് കേറട്ടെ. വെയില് കൊണ്ടിട്ടേ തലയൊക്കെ പുകയണു. എന്നാ അങ്ങോട്ട് കയറി വാ. ആ ഫാനൊന്നും ഇടി. ജാസ്മി, ജാസ്മി, നിന്നെ കാണാതെ ആരോ വന്നിക്കണു. നിങ്ങൾ എത്തിയോ? എങ്ങനെ നിങ്ങൾ വന്ന്? ഓട്ടോലാ? ഞാൻ നടന്നിട്ടാ വന്ന്. വെറുതെ ഇതിന് ഓട്ടോക്ക് കാശ് കളയണ്. ഇതിപ്പോ നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെ വീട് മനസ്സിലായി? ഞാൻ എങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. നിന്റെ പേര് പറഞ്ഞ ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് പുതുകല്യാണം കഴിഞ്ഞ വീട് ഏതാ ചോദിച്ചിട്ടാ വന്നത്. ഇതാണല്ലേ നിന്റെ അമ്മായിമ്മ? ഓ, ആരാണ്? എനിക്ക് മനസ്സിലായില്ലേ. ഇവളുടെ കുടുംബക്കാരെങ്കിലും? അതെന്റെ അമ്മായിയാണ്. എന്തൊക്കെ അറിയണം നിങ്ങക്ക്? നിങ്ങൾ ഇങ്ങോട്ട് വരീം താത്ത. അമ്മായിയാ? എന്നിട്ട് എന്താ ഇവള് അമ്മായിനെ കയറി താത്താന്ന് വിളിച്ച്? എന്തോ കള്ളത്തരുണ്ടല്ലോ ഇതില്. ഇത് ഏതമ്മായി നിന്റെ? ഞാൻ കണ്ടിട്ടില്ലാലോ. അതാ, ഞാൻ ഇവളുടെ അമ്മായി ഒന്നല്ല. പിന്നെ ഞാൻ ഇവിടെ വീട്ടുപണിക്ക് വന്നതാ. അത് ശരി. താത്ത നിങ്ങൾ റെസ്റ്റ് എടുത്തോളി. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ഇന്നിനിപ്പോ പണികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്നാ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഊണാകുമ്പോ വിളിക്കിട്ടെ എന്നെ. ഞാൻ വിളിക്കാം, നിങ്ങൾ കടന്നോളി. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഞാനും എന്റെ മാപ്പിള തന്നെ ഉള്ളൂ. ഒരു മകളുണ്ടായിരുന്നോ, അവളിനെ കെട്ടിച്ചു കൊടുത്തു. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടാ? ഇവളുടെ വീട്ടിൽ തന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നതേ. അപ്പൊ ഇവിടേക്ക് ആളിനെ വേണം പറഞ്ഞപ്പോ അവിടേക്ക് വേറൊരാളിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഒരു കണക്കിന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാട്ടോളേ. ലക്ഷണം കെട്ട സ്വഭാവമാണ് വലിയ തള്ളന്റെ. കേട്ടിട്ട് വരുമോ? അതൊന്നും കേൾക്കില്ല. അവൾ അവിടെ കിടക്കുക തോന്നണോ? നീ പറഞ്ഞോ? വലിയ തള്ളണ്ടല്ലോ, ഒരു പണിയും ചെയ്യില്ല അവിടെ. നേരം വെളുത്ത് അങ്ങനെ മേക്കപ്പ് ഇട്ടും കൊണ്ട് നടക്കും. എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് പറ്റുമോ? അതുകൊണ്ടില്ലേനും. എന്ത് ചെയ്തു കൊടുത്താലും അതിനൊക്കെയും കുറ്റം കണ്ടുപിടിക്കും. ഇവള് മോശമൊന്നല്ല, അങ്ങനെ ഇരിക്കണമെന്ന് കാണണ്ട നിങ്ങൾ. അതുപോലെ തന്നെയല്ലേ, എന്നെ ഒരു മിനിറ്റ് ഇരിക്കാൻ സമ്മതിക്കില്ല. 24 മണിക്കൂർ എന്നെ ഇങ്ങനെ പണിയിപ്പിക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് വേണം പറഞ്ഞാലോ തള്ളിയും മകള് സമ്മതിക്കേ ഇല്ല. അതെന്താ അത്ര? ഞാൻ പോയില്ലെങ്കിൽ ഇവർ പട്ടിണിയാകുപോയി. വെച്ചുണ്ടാക്കി തിന്നാൻ അറിയട്ടെ തളയ്ക്കും മകൾക്കും. നിങ്ങൾക്ക് രാവിലേക്ക് എന്താ കഴിക്കാൻ വേണ്ട? അവൾക്ക് ചപ്പാത്തി അത്ര വേണ്ട. നിങ്ങൾക്ക് അതന്നെ ഉണ്ടാക്കിയാൽ മതിയാ? അത് ഉണ്ടാക്കിയാൽ മതി. ഇത് ആള് വട്ടം വിധം വിധം ഉണ്ടാക്കുക പറഞ്ഞാൽ അതിനും പണിയല്ലേ. നീ അത് ഉണ്ടാക്കാൻ നോക്കിയോ, ഞാൻ കഴുക പാത്രങ്ങളൊക്കെ. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്യാ. നിങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടു. എത്ര നേരം പറഞ്ഞാ ഞാനിങ്ങനെ നിൽക്കുന്നത്? ഞാൻ ചെയ്യേ. എനിക്കാണെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. എനിക്കുള്ള പണി തന്നെ ഇല്ല പറഞ്ഞ പോലെയാണ്. പക്ഷെ അവളുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോഴാണ് ചെയ്തു കൊടുക്കാൻ തോന്നാത്തതേ. എന്തെന്നാലും ഇങ്ങനെ ഉണ്ടാവൂ പെണ്ണുങ്ങൾ? അവനവൻ്റെ കാര്യങ്ങളെങ്കിലും ചെയ്യാറിയണ്ടേ? അതിനെങ്ങനെയാണ് തള്ളൻ്റെ കണ്ടിട്ടല്ലേ മക്കള് പഠിക്കുക? ഞാൻ എന്തെങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തോന്നണ്ടാട്ടോളി. എന്താ തോന്നാനുള്ളത്? നീ ഉള്ള കാര്യം തന്നെയല്ലേ പറയണ്? അല്ലേ, നിങ്ങൾ ബന്ധുക്കാരാണ്. അതുപോലെയല്ലേ ഞാൻ പുറമക്കാരിയാ. നാളെ എന്തെങ്കിലും വർത്താനായാലേ ഞാൻ പറഞ്ഞതാ കാണുള്ളൂ. അതൊന്നും നീ പേടിക്കണ്ട. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നെ വലിച്ചിട്ടില്ല പോരെ. എന്നാലും എന്ത് ഇതിൽ ഇങ്ങനെയായത്? പൂത്ത പണം ഉണ്ടല്ലോ കയ്യിൽ, അതിന് നകളിപ്പായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരെയൊക്കെ നല്ല സഹായിക്കും കേട്ടോളേ. എല്ലാവരും സഹായിക്കും. എനിക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്തു തന്നിട്ടുണ്ടെന്ന് അറിയോ? എൻ്റെ മകളുടെ കല്യാണത്തിന് തന്നെ നമ്മൾ പൈസ ഇല്ലാണ്ട് ഇടങ്ങറായി നടക്കുമ്പോഴേ നല്ലോണം തന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോളേ. അതാ പിന്നെ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കണത് തന്നെ.
അല്ലെങ്കിൽ പിന്നെ ഈ പഴിയെടുക്കലിന് എന്നേ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടായില്ലേ ഞാൻ. അപ്പം നിങ്ങളും കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല അവർക്ക് വിട്ടോളേ. എന്തോ ചെയ്തിട്ട് ഓട്ടേ പറഞ്ഞിട്ടേ എവിടെയോ കിടക്കണം എന്നെ ഇത്രയൊക്കെ സഹായിക്കാന്നുണ്ടെങ്കിലേ ബന്ധുക്കാരായി നിങ്ങളെ സഹായിക്കാണ്ടിരിക്കുമോ? അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ ഈ കാത് കൂടെ കിട്ടി ഈ കാത് കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി. താത്ത കഴിക്കാനൊന്നും ആയിട്ടില്ലേ? അല്ലത് ഉണ്ടാക്കാൻ നിൽക്കണ്. ഇപ്പം ഉണ്ടാക്കി തരാം. എന്നാ വേഗം ഉണ്ടാക്കി വിശക്കാൻ തുടങ്ങി. ആ അടുക്കള പണി കഴിഞ്ഞിട്ടേ അവിടെ തുണികൾ തിരുമ്പാട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരുമ്പിയിട്. എന്നിട്ട് ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി. റൂമൊക്കെ ആകെ അലങ്കോലായിട്ടാണ് കിടക്കണം. ആ അതൊക്കെ ഞാൻ ചെയ്യത് കഴിഞ്ഞിട്ട്. എനിക്കുള്ള പണികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ സഹായിക്കാം നിന്നെ. എന്തായാലും അവളുടെ ഉമ്മാനെ പോലെയൊന്നുമല്ല ഞാൻ.